ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ പ്രേക്ഷകരെ, വലിയ ഒരു അപകടം നമ്മുടെ കർണാടക കേരള അതിർത്തിയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ് അമിത വേഗതയിലായിരുന്നു. അമിത വേഗതയിൽ പോയ ബസ് നിയന്ത്രണം വിട്ട് ബാക്കിലേക്ക് വരികയും അത് ഒരു ഓട്ടോറിക്ഷയെ ഇടിക്കുകയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയും അവിടെ ഓട്ടോറിക്ഷയിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുമായി ഉണ്ടായിരുന്ന 6 പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 6 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. കർണാടക സ്വദേശികളായ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദരലി, നഫീസ, ആയിഷ, ഖദീജ, ഹവമ്മ, 10 വയസ്സുള്ള ഒരു മകൾ ഹസ്ന എന്നിവരാണ് മരിച്ചത്. നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും വരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. CCTV ദൃശ്യങ്ങളെന്ന് പറയുന്നത് നടുക്കുന്ന ദൃശ്യങ്ങളാണ്. ആ വാഹനം അമിത വേഗത്തിൽ ആ റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഹനം എങ്ങനെയാണ് ഇങ്ങനെ പുറകിലേക്ക് വന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്ന് എത്ര തവണ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാലും അവിശ്വസനീയമായി നമുക്ക് തോന്നാം. അങ്ങനെയൊക്കെ നമ്മുടെ നിരത്തുകളിൽ സംഭവിക്കുന്നത്. എന്തായാലും അമിത വേഗതയിലായിരുന്നു ആ വാഹനമെന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെ പോയ വാഹനം നിയന്ത്രണം വിട്ട് പിറകിലേക്ക് വരികയായിരുന്നു. അത് ഒരു ഓട്ടോറിക്ഷയിൽ, അവിടെ കാത്തുകിടന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നു. ആ ഓട്ടോറിക്ഷയിൽ 5 പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 5 പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാത്തിരിപ്പ് കേന്ദ്രം, ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു അടുത്തുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഈ പരിക്ക് സാരമുള്ളതാണ് എന്ന വിവരം വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റി. നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ നടക്കുന്ന അപകടത്തിൻ്റെ ഒരു ആഘാതം അത്രയധികം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബസ്സിൻ്റെ ടയറുകൾ തേഞ്ഞ് അത് ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്ക് വരെ എത്തിയിരുന്നു എന്നത് ആളുകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അമിത വേഗതയിൽ മുന്നോട്ട് പോയ ബസ് പിന്നീട് നിയന്ത്രണം വിട്ട് തിരികെ വരികയായിരുന്നു. അങ്ങനെ അപകടമുണ്ടാവുകയായിരുന്നു. അപ്പോൾ അതിന് പിന്നീട് എന്ത് സംഭവിച്ചു, മുൻപിൽ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബസ് അവിടെ നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. അതിനടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ 5 പേരാണ് മരിച്ചത്. അതിനൊപ്പം അവിടെ ബസ് കാത്തുനിന്ന ആളുകളും മരിച്ചു. മൃതദേഹങ്ങൾ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മംഗളൂരു ദളർകേട്ട ആശുപത്രി മോർച്ചറിയിലും മൃതദേഹങ്ങൾ ഉണ്ട് എന്നറിയുന്നു. 3 സ്ത്രീകൾ ഉൾപ്പെടെയാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കർണാടക സർക്കാർ ബസ്സാണ് അപകടം വരുത്തിവെച്ചത്. ബസ്സിടിച്ച ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ, ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും തന്നെ മരിച്ചു. ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. കർണാടകയിൽ നിന്ന് കാസർഗോഡിലേക്ക് വരികയായിരുന്ന കർണാടക RTC ബസ് എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയിരുന്ന ബസ്സാണ് എന്നും പറയുന്നുണ്ട്. അതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. റോഡിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലേക്കാണ് ഈ ബസ് തിരിച്ചു വന്ന് ഇടിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരു നാടിനെ നടുക്കിയ വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ എത്ര ജീവനുകളാണ് പൊലിയുന്നത്. ഈ വാഹനം അതിൻ്റെ ടയറുകൾ തേഞ്ഞ നിലയിലായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ പോലും അത് അമിത വേഗതയിലാണ് എത്തിയതെന്ന് പറയുന്നു. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അത് തിരികെ വരികയും അങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഈ ഓട്ടോറിക്ഷ നമുക്ക് കാണാം, അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ബസ്സിൻ്റെ മുൻഭാഗത്തും അപകടത്തിൻ്റെ ആഘാതങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്.
ഈ ബസ്സിൻ്റെ അമിത വേഗം, ഒപ്പം തന്നെ കാലപ്പഴക്കം എന്നിവയൊക്കെ ചൊല്ലി വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. 6 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ നില ഗുരുതരമാണ് എന്നത് വലിയ ആഘാതമായി തുടരുകയും ചെയ്യുന്നു.